നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു പ്രസിഡന്റ് കൂടി അറസ്റ്റ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. പ്രത്യേക കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് SIT പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്ന നിഗമനത്തിലാണ് SIT. കേസിൽ 8ാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ 2019 ബോർഡിനെ പ്രതി ചേർത്തിരുന്നു. KT ശങ്കർദാസ്, പാലവിള, N വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുവാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിലുണ്ടായിരുന്ന സ്വർണ്ണഭൂഷിയ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ N വാസു നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ അറിവോടെയായിരുന്നു തട്ടിപ്പെന്നാണ് N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കിയിരുന്നത്. ഡിസംബർ 3 ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. SIT കർശന നിലപാട് എടുത്തതോടെയാണ് CPM നേതാവ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. 2 തവണ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടപ്പോഴും അസൗകര്യം പറഞ്ഞ് പത്മകുമാർ ഒഴിവാകുകയായിരുന്നു. ഇനിയും ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമെന്ന അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയതാണ്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ കേസ് അന്വേഷണത്തിലേറെ നിർണായകമാവുകയായിരുന്നു. 2019 ശബരിമലയിൽ നടന്ന തിരിമറി എല്ലാം പ്രസിഡന്റായ പത്മകുമാറിന്റെ അറിവോടെ എന്നാണ് വ്യക്തമായിട്ടുള്ളത്. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടത്തിക്കൊണ്ടുപോകുവാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതും പത്മകുമാറാണെന്നും മൊഴികളിൽ നിന്നും രേഖകളിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട്. പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും സൂചന ലഭിച്ചു. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് കടന്നപ്പോൾ ഇത്തരത്തിൽ കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പത്മകുമാറുമായി ഉണ്ടായിരുന്ന ബന്ധം ഒരു കുരുക്കായി മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മകുമാർ അറസ്റ്റിലായത് CPMന് വലിയ തിരിച്ചടിയായി മാറി. പത്മകുമാറും കടന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക CPMനുള്ളത്. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ നൽകിയെന്നാണ് ജീവനക്കാർ നൽകിയ മൊഴി. പോറ്റിക്ക് സഹായം ചെയ്യുവാൻ പത്മകുമാർ നിർബന്ധിച്ചിരുന്നുവെന്നും ജീവനക്കാർ മൊഴി നൽകി. ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകി. പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയാണ്. പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നുവെന്ന് 2019 ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. സന്നിധാനത്ത് നട അടച്ചിടുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു. പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ശബരിമലയിൽ എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നതും ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ്. ഇവരെ ദർശനത്തിനായി കൊണ്ടുപോരുന്നതും ദേവസ്വം ഗാർഡുമാരാണെന്നും മൊഴിയുണ്ട്. ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുവാൻ SIT തീരുമാനിച്ചതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. വാസുവിന്റെ അറസ്റ്റിനേക്കാൾ പിണറായി സർക്കാർ പേടിക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റിനെയാണ്. ഒരിക്കൽ തെറ്റിപ്പിരിഞ്ഞ പത്മകുമാർ സർക്കാരിനെതിരെ പലതും പറയും. മാപ്പ് സാക്ഷി ആകുവാനും നോക്കും. അതുകൊണ്ട് തന്നെ അതിവിശ്വസ്തനായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് ഭയത്തോടെയാണ് പിണറായി നോക്കിക്കാണുന്നത്.